നമ്മളൊക്കെ പ്രാർത്ഥനയിൽ പലപ്പോഴും ദൈവത്തോട് പല ആവശ്യങ്ങൾ ചോദിക്കുന്നവരാണ്. അത് തെറ്റാണെന്ന് പറയാൻ വരികയല്ല ഞാൻ കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പല കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കും. ദൈവം പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതും അതിനപ്പുറത്തും തരാറുണ്ട്, തന്ന് സഹായിച്ചിട്ടുണ്ട്. അത് നമ്മുടെ അനുഭവമാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൻ്റെ അളവ് കുറയുന്നുവോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കരുത്. നമ്മുടെ പ്രാർത്ഥനയിൽ എത്രമാത്രം വിശ്വാസമുണ്ട്, ദൈവത്തോട് പ്രതിബദ്ധതയുണ്ട്, ദൈവവുമായി ബന്ധം നിലനിർത്തുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. യേശു കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞത്, നിങ്ങളെ ഇനി ഞാൻ മറ്റൊരു നിലയിലല്ല കാണുന്നത്, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്, നിങ്ങളെ ഞാൻ എൻ്റെ സ്നേഹിതന്മാരായി കാണുന്നു. അപ്പോൾ ഒരു സ്നേഹിതൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ, ചോദിക്കുന്നത് പോലെ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുവാനും പറയുവാനുമൊക്കെ നമുക്ക് കഴിയണം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 9-ാം വാക്യം വായിക്കട്ടെ. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യേശു കർത്താവ് ജനത്തെ ഉപദേശിക്കുമ്പോഴും തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോഴുമൊക്കെ പലപ്പോഴും ഉപമകളാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം എന്തെന്നോ, അത് പെട്ടെന്ന് ഹൃദയങ്ങളിൽ പതിയും, അത് മറക്കില്ല. ശിഷ്യന്മാർ പലതും മറന്നു, അത് വേറെ കാര്യം. അത് നമുക്ക് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ശിഷ്യന്മാരെക്കാൾ അധികം നമ്മൾ മറക്കുന്നവരാ. ദൈവം ചെയ്ത എത്രയോ നന്മകൾ മറന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ കരം നേരിട്ട് കണ്ടു എന്ന് പറയുന്ന സാക്ഷ്യം നമ്മുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ വന്നിട്ടില്ലേ? പലപ്പോഴും ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്തു, നന്മ ചെയ്തു, അനുഗ്രഹിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തെ മറന്നല്ലേ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ശിഷ്യന്മാരുടെ ജീവിതം പഠിച്ചാലും പലപ്പോഴും യേശുവിനോട് കൂടെ നടന്നിട്ട് യേശുവിനെ മറന്ന് സംസാരിക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ യേശു കർത്താവ് ഒരു ഉപമയിലൂടെയാണ് ഇത് അവർക്ക് മനസ്സിലാക്കാൻ കൊടുക്കാൻ ശ്രമിച്ചത്. അതായത്, യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഇടയ്ക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, യേശു കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇനി എനിക്ക് സ്നേഹിതന്മാരാണ്. അപ്പോൾ ഒരു സ്നേഹിതൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അങ്ങനെ വേണം നമ്മൾ ദൈവവുമായിട്ട് ആശയവിനിമയം നടത്തുവാനും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർമ്മിപ്പിക്കുവാനും. ഈ അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കർത്താവ് പഠിപ്പിച്ച ആ ഉപമ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിയിൽ അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തുടർന്നാണ് കർത്താവ് പറയുന്നത്, യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഒരു സ്നേഹിതൻ്റെ അടുക്കൽ തൻ്റെ സ്നേഹിതൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ രാത്രിയാണ്. രാത്രിയിൽ ഒരു സാധാരണ ആതിഥ്യ മര്യാദ അനുസരിച്ച് എന്തെങ്കിലും ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കണം. കഴിച്ചില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഏതെങ്കിലും നിലയിൽ അയാൾക്ക് അല്ലെങ്കിൽ ആ സ്നേഹിതന് എന്തെങ്കിലും ആഹാരം കൊടുക്കേണ്ട എന്നുള്ളത് ഒരു സ്വാഭാവികമായ സാധാരണ കാര്യമാണ്. അങ്ങനെ ഈ മനുഷ്യൻ നോക്കിയപ്പോൾ തൻ്റെ വീട്ടിൽ ഏതുമില്ല. ഉടനെ തനിക്കൊരു ഓർമ്മ വന്നു, തനിക്കൊരു സ്നേഹിതനുണ്ട്. ആ സ്നേഹിതൻ്റെ അടുക്കൽ ചെന്നാൽ തീർച്ചയായിട്ടും എനിക്ക് കാര്യം സാധ്യമാകും എന്ന് വെച്ചാണ് അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ സ്നേഹിതൻ തൻ്റെ അവസ്ഥ വെളിപ്പെടുത്തുന്നു. എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ തരാൻ നിവൃത്തിയില്ല. കാരണം എൻ്റെ മക്കൾ, എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു, കതക് അടച്ചിരിക്കുന്നു, എഴുന്നേറ്റ് തരാൻ എനിക്ക് പറ്റില്ല. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, എഴുന്നേറ്റ് കൊടുക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് കൊടുക്കത്തില്ല, സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് കൊടുക്കയില്ലെങ്കിലും, അങ്ങനെ എഴുതിയിരിക്കുന്നത്. നോക്കൂ, സ്നേഹിതനാണെങ്കിൽ കൊടുക്കുകയല്ലേ വേണ്ടത് സ്വാഭാവികമായിട്ടും. എന്നാൽ സ്നേഹിതനാണ് എന്ന് തെളിയുന്നത് എപ്പോഴാണെന്നറിയാമോ? ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം.
നമ്മളൊക്കെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കുറേ ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് നമ്മളങ്ങ് മടിക്കും, നമ്മുടെ മനസ്സ് മടുക്കും. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ മടുപ്പുണ്ടെങ്കിൽ അതിന്ന് അവസാനിപ്പിക്കണം. സ്നേഹിതനാകൊണ്ട് ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം അവൻ എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം കൊടുത്തു. സുഹൃത്തെ, ഇത് നിങ്ങൾക്ക് പരിധിയില്ലാത്ത ഒരു അനുഗ്രഹം ദൈവത്തിൽ നിന്നും പ്രാപിക്കേണ്ട ദിവസങ്ങളാണ്. ആ പ്രാപിക്കുവാൻ നിങ്ങളെ വിടാതിരിക്കാനാണ്, ആ അനുഗ്രഹം പ്രാപിക്കാതിരിക്കാൻ നിങ്ങൾ വിടരുത്. അതിനുവേണ്ടിയാണ് പിശാച് നിങ്ങളുടെ ഉള്ളിൽ മടിപ്പ് കൊണ്ടുവരുന്നത്. മടുപ്പിനെ നിങ്ങൾ ശാസിക്കണം, മടുപ്പിനെ മാറ്റി നിർത്തണം. വീണ്ടും ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പായി വിചാരിച്ചോളൂ, വിശ്വസിച്ചോളൂ, നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ കലവറ നിങ്ങൾക്കൊണ്ട് തുറക്കപ്പെടുന്ന ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുക, ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ സ്നേഹിതനോട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നത് പോലെ തന്നെ ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ. ഒരിക്കലും സ്നേഹിതൻ ആപത്തിൽ കൈവിടുകയില്ല. യേശു തമ്പുരാനും കൈവിടത്തില്ല. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അവരുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് അടിയൻ അറിയുന്നില്ല. എങ്കിലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവിടുത്തെ കരം അവർക്ക് വേണ്ടി നീട്ടി അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തിൻ്റെ ഒരു കലവറ ദൈവം നിങ്ങൾക്കായി തുറക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.